കമ്മ്യൂണിസം ഒരു വലിയ അളവോളം എൻ്റെ ചിന്തകളെ പല വഴിക്ക് തിരിച്ചുവിടാൻ സഹായിച്ചിട്ടുണ്ട്. അത് 2 തരത്തിൽ. ഒന്ന്, കമ്മ്യൂണിസത്തിൻ്റെ നല്ല വശങ്ങൾ എന്നോ അനുഭവങ്ങൾ എന്നോ പറയാവുന്ന ആം, സോവിയറ്റ് വിപ്ലവം, അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവം, അല്ലെങ്കിൽ ക്യൂബയിലോ വിയറ്റ്നാമിലോ മറ്റിടങ്ങളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾ, സമത്വത്തിനു വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾ, ഇവ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതേസമയം ഇവയുടെ എല്ലാം തന്നെ പല രാജ്യങ്ങളുടെയും ക്രമേണയുള്ള അപചയവും ഞാൻ വലിയ ദുഃഖത്തോടു കൂടി കണ്ടു നിന്നിട്ടുണ്ട്. സ്റ്റാലിനിസത്തിൻ്റെ വരവ്, സമഗ്രാധിപത്യത്തിലേക്കുള്ള കമ്മ്യൂണിസത്തിൻ്റെ യാത്ര, അതിന് ശേഷം പല നാടുകളിലും അതിനുണ്ടായ തകർച്ച, അതോടുകൂടി ആ നാടുകൾക്ക് തന്നെ ഉണ്ടായ തകർച്ച, ഇത് മുഴുവൻ കണ്ടു നിൽക്കേണ്ടി വന്നപ്പോൾ ഇപ്പോൾ എൻ്റെ സമീപനം താരതമ്യേന വിമർശനാത്മകമായ ഒരു സമീപനമാണ്. മാർക്സിസം എന്ന അപഗ്രഥന രീതിയോട് എന്നതിനേക്കാളേറെ മാർക്സിസ്റ്റ് പ്രയോഗത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ഉള്ള ഒരു കാലത്തൂടെയാണ് ഞാൻ വാസ്തവത്തിൽ കടന്നു പോകുന്നത്. എന്തെല്ലാം തെറ്റുകൾ മാർക്സിസ്റ്റുകൾ ചെയ്തു എന്ന കാര്യം ആലോചിക്കുന്നു. എങ്ങനെയാണത് ശരിയാക്കാൻ കഴിയുക എന്ന് ആലോചിക്കുന്നു. മാർക്സിസത്തിൻ്റെ അപൂർണതകളും മൗനങ്ങളും വിടവുകളും എന്തെല്ലാമാണെന്ന് അന്വേഷിക്കുന്നു. ആ രീതിയിലുള്ള ഒരു അന്വേഷണം എൻ്റെ ജീവിതം ഉടനീളം നിലനിന്നിട്ടുണ്ട്. അത് മാർക്സിസം മാത്രമായിട്ട് ബന്ധപ്പെട്ടതുമല്ല ഈ രാഷ്ട്രീയം, അതൊരു വശമേ ആകുന്നുള്ളൂ. വാസ്തവത്തിൽ സമീപകാലത്ത് കൂടുതലായി ഞാൻ ഗാന്ധിയെ പഠിക്കുകയും ഗാന്ധിസത്തെക്കുറിച്ച് ലേഖനങ്ങളായും കവിതകളായും ഒക്കെ തന്നെ എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയും അംബേദ്കറും മാർക്സും ഒക്കെ പല രീതികളിൽ നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ആളുകളാണ്. അവരുടെ ആശയങ്ങൾ നമ്മെ സംബന്ധിച്ച് ഇന്നും വളരെ പ്രസക്തമാണ് എന്ന് വിചാരിക്കുന്നു. ഈ ആശയലോകത്തിൻ്റെ ഒരു പിന്തുടർച്ച കൂടി ചെറിയ തോതിലെങ്കിലും അവിരാമം എന്നെൻ്റെ ആത്മകഥയിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു.